കേരളത്തിൽ വന്നൊരു മാറ്റമാണ്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ വ്യവസായി ഇതിനെക്കുറിച്ച് പരാമർശിച്ചത്. ഞങ്ങൾ പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതെല്ലാം എന്ന് അദ്ദേഹം പറയേണ്ടി വന്നത്. ഇപ്പോൾ ഭരണരംഗം, അതുമായിട്ടാണല്ലോ നിങ്ങൾ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ രംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണല്ലോ. നേരത്തെ 2016 അധികാരത്തിൽ വന്ന ഉടനെ നിങ്ങളോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നത് ഓർക്കണമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ മാറ്റം പൊതുവെ സൃഷ്ടിക്കാനായല്ലോ. 2016 അവസ്ഥയിൽ നിന്ന് പരിശോധിച്ചാൽ 24 നിൽക്കുമ്പോൾ നല്ല മാറ്റം ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം മാത്രം പോരാ, ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും വേഗതയിൽ തീരുമാനങ്ങൾ എടുത്തു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വേഗതയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങൾ കൃത്യമായി അനുഭവിക്കണമെങ്കിൽ പ്രശ്നങ്ങളിൽ തീരുമാനം വേഗത്തിലുണ്ടാവണം. അനന്തമായി നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകരുത്. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും സംസ്ഥാന മന്ത്രിസഭയും എല്ലാം കൂടിയാണ് ഭരണത്തിൻ്റെ ചുമതല വഹിച്ച് നീങ്ങുന്നത്. ഭരണനിർവഹണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. ആ ഉദ്യോഗസ്ഥ പങ്ക് കൂടുതൽ ആരോഗ്യകരമായ രീതിയിൽ വളർത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിലാണ് നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഇനിയും നേടേണ്ട നേട്ടങ്ങൾ ഉണ്ടാകാം. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫയലുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ കയറിയിറങ്ങേണ്ടതിന് ഏറെക്കുറെ അന്ത്യമായി കഴിഞ്ഞിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥ. ആ കാര്യങ്ങൾക്ക് ഇനിയും വേഗത കൂട്ടണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേകത, അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പൊതുവിൽ ആ കാര്യത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സർവീസ് മേഖലയാണ് സെക്രട്ടേറിയറ്റ് സർവീസ്. കാരണം നിങ്ങളെപ്പറ്റി അഴിമതിക്കാർ എന്ന ഒരു പൊതുപരാതി സാധാരണ ഉണ്ടാകാറില്ല. അത് ഒരു മേന്മ തന്നെയാണ് എന്ന് നിങ്ങൾ കാണണം. അതോടൊപ്പം ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള വേഗത, അത് കൃത്യതയോടെ ആർജിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഭരണ നടപടികളുടെ ഭാഗമായി കാണുന്ന ഒരു സർക്കാരാണിത്. നേരത്തെ
പലതരത്തിലുള്ള ശത്രുതാഭാവത്തോടെ ഉദ്യോഗസ്ഥ വിഭാഗത്തോട് പെരുമാറിയ നടപടികൾ സ്വീകരിച്ച സർക്കാരുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതല്ല ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തെ ആകെ ശത്രുക്കളായി കാണുന്ന നിലപാട് ഇടതുപക്ഷത്തിൻ്റെയും LDFിൻ്റെയും LDF സർക്കാരിൻ്റെയും മുഖമുദ്രയായി നിൽക്കില്ല. എന്നാൽ ചിലത് ചാർത്തിക്കൊടുക്കാൻ പറ്റുമോ എന്ന ശ്രമം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾക്ക് ചേരുന്ന ആ ചാർത്തലുകൾ മറ്റുള്ളവരുടെ നേർക്ക്, മറ്റുള്ളവരുടെ മേൽ ചാർത്തിക്കളിയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നതല്ല എന്നതാണ് അവരോട് പറയാനുള്ളത്. ഇവിടെ യാഥാർത്ഥ്യങ്ങളായി കാണണമല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് ചില പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരിന് വന്നു ചേർന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രയാസങ്ങൾ എങ്ങനെ വന്നതാണ്? ആ പ്രയാസങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വരുത്തി വെച്ചതാണ്. ഈ കേരളം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സംസ്ഥാനമാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ട ഒരു സംസ്ഥാനമല്ല. കാരണം നമ്മുടേതായ സംസ്ഥാനത്തിൻ്റേതായ തനത് സാമ്പത്തിക വരുമാനം അത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ നാടാണിത്.